ബാർക്കോഴ വിവാദത്തിൽ ബാർ ഉടമകളുടെ വാദം പൊളിയുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കെട്ടിട ഫണ്ടിലേക്ക് എന്ന വാദമാണ് പൊളിയുന്നത്. 472 ബാർ ഉടമകൾ പണം നൽകിയതിന്റെ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ബാർ ഉടമകളുടെ വാദങ്ങൾ ഓരോ ദിവസങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഈ ബാർക്കോഴ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെയാണ് കെട്ടിട നിർമ്മാണ ഫണ്ടിന് വേണ്ടിയാണ് 2.5 ലക്ഷം രൂപ വീതം ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടതെന്ന് ബാറുടമകൾ അവകാശപ്പെട്ടത്. ബാറുടമകളുടെ സംഘടനാ നേതാക്കൾ ഈ അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത് പൊളിക്കുന്ന രേഖകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, മാസങ്ങൾക്ക് മുൻപാണ് ഈ ബാറുടമകൾ കെട്ടിട നിർമ്മാണത്തിനായി പണപ്പിരിവ് തുടങ്ങിയതെന്ന തെളിവ് പുറത്തു വന്നത്. മാത്രമല്ല 2.5 ലക്ഷമല്ല, 1 ലക്ഷം രൂപ വേണമെന്നായിരുന്നു ആവശ്യം. ഈ 1 ലക്ഷം രൂപ വീതം പിരിവ് നടത്തുകയും ചെയ്തു എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 472 ബാറുടമകൾ ഇതുമായി ബന്ധപ്പെട്ട് പണം നൽകിയിരുന്നു. അത് മാസങ്ങൾക്ക് മുൻപാണ് ഈ പണം നൽകിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ വീതമാണ് നൽകിയിരിക്കുന്നത്. ആ പണം നൽകിയവരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ വ്യക്തമാണ് 1 ലക്ഷം രൂപ വീതമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ബാറുടമകളുടെ സംഘടനാ നേതാക്കൾ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണപ്പിരിവ് നടത്തിയതെന്ന അവകാശവാദം പൂർണ്ണമായും പൊളിയുകയാണ്. അതായത് ഈ ട്രൈഡേ പിൻവലിക്കുന്നതിനും അതുപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിനും വേണ്ടി തന്നെയാണ് പണപ്പിരിവ് നടത്തിയതെന്ന ആരോപണം ശക്തിപ്പെടുത്തുന്ന തെളിവുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. സർക്കാരിനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ബാറുടമകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തെളിയുമ്പോൾ സർക്കാർ കൂടി കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ ഈ ടൂറിസം മന്ത്രിയും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയും വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്നായിരുന്നു മന്ത്രിമാരുടെ അവകാശവാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യനയ രൂപീകരണ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു യോഗം ചേരുന്നതെന്ന്. ഇതിന്റെ തെളിവുകൾ പുറത്തു വന്നതോടെ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട വിശദീകരണവുമായി രംഗത്ത് വന്നു. പലതരത്തിലും ചർച്ചകൾ നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ നടന്ന ചർച്ചകളെ ദുർവ്യാഖ്യാനം ചെയ്താണ് പുതിയ മദ്യനയ രൂപീകരണം എന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. അസാധാരണമായ നടപടിയാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. സാധാരണ രീതിയിൽ ചീഫ് സെക്രട്ടറി വാർത്താക്കുറിപ്പുകൾ പുറത്തിറക്കാറില്ല. പക്ഷേ ഇവിടെ സർക്കാർ ഏറെ പ്രതിരോധത്തിലായതോടെയാണ് ചീഫ് സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരണവുമായി രംഗത്ത് വന്നത്. ബാറുടമകൾ തന്നെ ട്രൈഡേ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്ന ആവശ്യം ബാറുടമകൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ തലത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. മാത്രമല്ല തനിക്ക് മുന്നിലാണ് ഇത്തരമൊരു ആവശ്യം എത്തിയത്. അതിന്റെ ഭാഗമായാണ് ഇത്തരം തുടർ ചർച്ചകൾ നടന്നതെന്നും കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി വിശദീകരിച്ചിരുന്നു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചത്. കാരണം സംസ്ഥാനത്ത് 12 ദിവസം ട്രൈഡേ ആകുമ്പോൾ ഈ ടൂറിസം കോൺഫറൻസുകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. ടൂറിസം മേഖലയ്ക്ക് അത് കനത്ത തിരിച്ചടിയാകുന്നു എന്നത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയും വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. എന്നാൽ ഈ വാദങ്ങളൊന്നും ശരിയല്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തു വന്നതാണ്. ട്രൈഡേ പിൻവലിക്കാനുള്ള നീക്കം സർക്കാർ തലത്തിൽ നേരത്തെ തന്നെ ആരംഭിച്ചതുമാണ്. ഇതിനുശേഷമാണ് ഇത്തരം നടപടികൾ തുടങ്ങിയത്. മാത്രമല്ല ഈ ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം കൊച്ചിയിൽ വെച്ച് ബാറുടമകളുടെ യോഗം ചേർന്നിരുന്നു. 2 ദിവസമായാണ് ബാറുടമകളുടെ യോഗം ചേർന്നിരുന്നത്. ഇത് നേരത്തെ ബാറുടമകളുടെ സംഘടനകൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ ബാറുടമകളുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരമൊരു നിർദ്ദേശം വന്നതും അതിനുശേഷം വ്യാപകമായി പണപ്പിരിവിലേക്ക് നീങ്ങിയതും. ഈ പണപ്പിരിവ് നടത്തിയത് കൃത്യമായി ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ മന്ത്രിതലത്തിലുള്ളവർക്കോ പണം നൽകാൻ വേണ്ടിയാണ് എന്ന കാര്യം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, രാജീവ് പറഞ്ഞതുപോലെ തന്നെ ഈ അനിമോന്റെ ശബ്ദ സന്ദേശം വന്ന ഘട്ടത്തിൽ തന്നെ അത്തരമൊരു ധനസമാഹരണമില്ല, ഇത് കെട്ടിട ഫണ്ടിലേക്കാണ് എന്നുള്ള വിശദീകരണമാണ് ലഭ്യമായത്. അത്തരത്തിലുള്ള വിശദീകരണം ഈ അസോസിയേഷന്റെ ഭാഗത്തിനും ഉണ്ടായപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. കാരണം രാജീവ് പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നു, സമയദൈർഘ്യം ബാറുകളുടെ പ്രവർത്തന സമയം ആ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എന്ന രീതിയിൽ തന്നെ ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ ബാർ കോഴ അല്ലെങ്കിൽ ഈ ഒരു അഴിമതി നടക്കുന്നത് എന്നുള്ള വിമർശനം. പക്ഷേ അതിനെ നിരാകരിക്കുന്ന ചില വിശദീകരണങ്ങൾ നൽകുന്ന പ്രസ്താവനകളുമായിട്ടാണ് ടൂറിസം മന്ത്രിയായാലും എക്സൈസ് മന്ത്രിയായാലും രംഗത്ത് വന്നത്. പക്ഷേ പറയുന്നതൊക്കെയും കള്ളമാണ്. കൃത്യമായ രീതിയിൽ അഴിമതി നടക്കുന്നുണ്ട്, ചിലരിലേക്ക് പണം പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോകാനിരിക്കുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ?
സുരേഷ്, ഇതിൽ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. തന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ നടന്നു, മാത്രമല്ല തനിക്ക് മുന്നിലേക്ക് ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ആവശ്യം വരികയും ചെയ്തു. തുടർ ചർച്ചകൾ നടന്നു. താൻ തന്നെയാണ് ടൂറിസം ഡയറക്ടറോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ഒരു കാര്യം ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല, മന്ത്രിമാർ അറിഞ്ഞില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. ഈ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് ടൂറിസം മന്ത്രിയും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയും പറയുന്നു. മുഖ്യമന്ത്രി ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ സാധാരണ രീതിയിൽ ചീഫ് സെക്രട്ടറി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയാണെങ്കിൽ ഭരണതലത്തിൽ മുഖ്യമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കാറുണ്ട്. യഥാസമയം തന്നെ മുഖ്യമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കണം എന്നതാണ് ചട്ടം. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും യോഗങ്ങൾ ചേർന്നതിന് ശേഷവും മുഖ്യമന്ത്രിയെ അറിയിക്കാതിരുന്നത് എന്നതിൽ കൃത്യമായൊരു മറുപടി ചീഫ് സെക്രട്ടറി ഇതിൽ നൽകിയിട്ടില്ല. മാത്രമല്ല ടൂറിസം ഡയറക്ടർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകുമ്പോൾ പ്രധാനമായും ടൂറിസം മന്ത്രി കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും ഈ വിവരങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. എക്സൈസ് പോളിസിയിൽ മാറ്റം വരുത്തുമ്പോൾ അത് ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതായത് ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ആവശ്യം ബാർ ഉടമകൾ മുന്നോട്ട് വെക്കുന്നു. അത് ടൂറിസം മേഖലയെ മുൻനിർത്തിയാണ് അവർ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയ കാര്യം ടൂറിസം മന്ത്രി അറിഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി വരുന്നുണ്ട്. മാത്രമല്ല എക്സൈസ് വകുപ്പിന് കീഴിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ടൂറിസം വകുപ്പിന്റെ ഭാഗമായി ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതായത് എക്സൈസ് വകുപ്പിനെയും മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ചീഫ് സെക്രട്ടറി ഇത്തരം യോഗങ്ങൾ വിളിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ പോലും മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല. ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രമാണ് ഇത്രയും വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. അത് തങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ചീഫ് സെക്രട്ടറി ഇത്തരമൊരു യോഗം വിളിക്കുമ്പോഴും ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കുമ്പോഴും ഒക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇക്കാര്യങ്ങൾ അറിയാറുണ്ട്. പ്രത്യേകിച്ചും ആ രീതിയിലാണ് നിർദ്ദേശങ്ങൾ പോയിരിക്കുന്നത്. ഏതായാലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ചീഫ് സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ വളരെയധികം പ്രതിരോധത്തിലായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ഇതെല്ലാം പൊള്ളയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി രംഗത്ത് വരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ബാർ ഉടമകളുടെ ആവശ്യപ്രകാരം ഡ്രൈഡേ ഒഴിവാക്കാനുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നതെന്ന് ചീഫ് സെക്രട്ടറി വിശദീകരിക്കുന്നു. ടൂറിസം ഡയറക്ടർ പറയുന്നത് അത്തരമൊരു ചർച്ചയെ ഉണ്ടായിട്ടില്ല, മദ്യനയം രൂപീകരിക്കുന്നതിന് വേണ്ടി അല്ല ചർച്ച നടന്നതെന്ന് പറയുമ്പോൾ കൃത്യമായ രേഖകൾ തന്നെയാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നുണ്ട് എക്സൈസ് പോളിസി റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതായത് എക്സൈസ് പോളിസി പുതുക്കുന്നതിന് വേണ്ടി, മദ്യനയം പുതുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് ഈ രീതിയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല 2 ദിവസമാണ് ഈ യോഗത്തിന് ശേഷം ബാർ ഉടമകൾ കൊച്ചിയിൽ യോഗം ചേർന്നത്. അതിനുശേഷമാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ആ ശബ്ദ സന്ദേശത്തിലും വ്യക്തമാക്കുന്നത് നമ്മളെ സഹായിക്കാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ച് നമ്മൾ സഹായിക്കണം. ഈ 2.5 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ രംഗത്ത് വരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നേരത്തെയും നമുക്കറിയാം ഇത്തരത്തിൽ സർക്കാർ വെട്ടിലാകുമ്പോൾ, പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അനിശ്ചിതമായി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നു. നിലവിൽ ഇവിടെ അനിമോന്റെ മൊഴി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇടുക്കിയിലും മൂന്നാറിലും ക്രൈംബ്രാഞ്ചിൻ്റെതായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബാർ ഉടമകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങനെ സത്യസന്ധമായി മുന്നോട്ട് പോകും എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നു. കാരണം ഇവിടെ പ്രതിസ്ഥാനത്തേക്ക് എത്തേണ്ടിയിരിക്കുന്നത് ടൂറിസം മന്ത്രി, എക്സൈസ് മന്ത്രി, അതുപോലെ തന്നെ ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരിലേക്ക് എങ്ങനെ ഈ അന്വേഷണം കൊണ്ടുപോകാനാകും എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം BJP ആവശ്യപ്പെട്ടത് കേന്ദ്ര അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്. കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. നിലവിൽ ആദായ നികുതി വകുപ്പും ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം BJP മുന്നോട്ട് വെക്കുന്നതും ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം പലതരത്തിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാകുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഈ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിനുശേഷം ഈ സ്വപ്നയ്ക്കെതിരെ കേസെടുക്കുന്ന നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെയും ഒരുപക്ഷെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ ബാർ ഉടമകൾക്കെതിരെ കേസെടുക്കുക, ഈ വെളിപ്പെടുത്തൽ നടത്തിയ അനുമോനെതിരെ കേസെടുക്കുക, ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ആദ്യഘട്ടത്തിൽ സർക്കാർ. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെയും വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു
ഒരു റിപ്പോർട്ട് മുന്നിൽ വെക്കുക നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൈമാറി നിയമസഭാ സമ്മേളനത്തിൽ ഒരു പ്രക്ഷുബ്ധമായ രംഗങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളിൽ നിന്ന് തടിതപ്പുക, അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ നീങ്ങുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ അല്ലേ സുരേഷ്, കഴിഞ്ഞ കുറേ നാളുകളായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസുകളുടെ കാര്യം എടുത്താൽ ഇക്കാര്യം മനസ്സിലാകും. കാരണം സർക്കാരിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളല്ലാതെ ക്രൈംബ്രാഞ്ച് ഒന്നും നൽകിയിട്ടില്ല. അതേ അവസ്ഥ തന്നെയാകും ഇവിടെയും ഉണ്ടാകുക. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് വാർഡുകളുടെ സംഘടനകൾ പറയുന്നു 2 ലക്ഷം രൂപ വീതം പിരിച്ചത് കെട്ടിട നിർമ്മാണത്തിനാണ്. എന്നാൽ കെട്ടിട നിർമ്മാണത്തിനല്ല, കെട്ടിട നിർമ്മാണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പണപ്പിരിവ് നടന്നിരുന്നു. അത് 2 ലക്ഷമല്ല, 1 ലക്ഷം രൂപയാണ്. അതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട രേഖയുണ്ട്, ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പട്ടികയുണ്ട്. അതിൽ 472 പേർ പണം കൈമാറിയതിന്റെ തെളിവുകളുണ്ട്. ഈ 472 പേരും കൈമാറിയിരിക്കുന്നത് 1 ലക്ഷം രൂപ വീതമാണ്. പിന്നെ എവിടെയാണ് ഈ 2 ലക്ഷത്തിന്റെ കണക്കുകൾ വരുന്നത് എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നു. ഇതിനൊപ്പം ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് തൊട്ടു പിന്നാലെ എന്തിനാണ് കൊച്ചിയിൽ വാർഡുകളുടെ സംഘടനാ നേതാക്കൾ യോഗം ചേർന്നത്, അതിനുശേഷം എങ്ങനെയാണ് ഈ ഓഡിയോ സന്ദേശം വന്നത്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. മാത്രമല്ല ഈ വാർഡുകളുടെ സംഘടനാ നേതാക്കളെ മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ, ഈ മദ്യനയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളിൽ ആരൊക്കെ പങ്കാളിയായി, മാത്രമല്ല ഈ ഡ്രൈ ഡേ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആരാണ് തീരുമാനമെടുത്തത്, അന്തിമമായി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് ഇനി പോകേണ്ടതായുണ്ട്. ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് മദ്യമൊഴുക്കാനുള്ള നീക്കം സർക്കാർ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയാകുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടൂറിസത്തിന്റെ പേരിലാണ് സംസ്ഥാനത്ത് എല്ലാ മാറ്റങ്ങളും സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ടൂറിസം മേഖലയിൽ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുക, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ യഥേഷ്ടം തുറക്കുക, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോഴും ഈ ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ 12 ദിവസം ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇത് 12 ദിവസമെന്ന് ആദ്യം പറയുമ്പോഴും തുറന്നുള്ള ഡ്രൈ ഡേകളും ഒഴിവാക്കി നൽകാമെന്ന ഒരു വാഗ്ദാനം ഉണ്ട് എന്നാണ് ചില ബാറുടമകൾ രഹസ്യമായി തന്നെ സമ്മതിക്കുന്നത്. ആ രീതിയിൽ സംസ്ഥാനത്ത് പൂർണ്ണമായും മദ്യം ഒഴുക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. IT പാർക്കുകളിൽ ബാറുകൾ അനുവദിക്കുന്നു. മാത്രമല്ല കൂടുതൽ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിക്കുന്നു. സംസ്ഥാനത്തെ റെസ്റ്റോറന്റുകളിൽ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഈ സംസ്ഥാനത്ത് പൂർണ്ണമായും മദ്യം ഒഴുക്കാനുള്ള നീക്കം സർക്കാർ നടത്തുമ്പോൾ തികഞ്ഞ അഴിമതി ഇതിനു പിന്നിലുണ്ട് ആരോപണം ശക്തമാവുകയാണ്. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കൂടിയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, തന്നെയാണ് ബാർക്കോഴ വ്യവഹാരത്തിൽ ബാർ ഉടമകളുടെ വാദം പൊളിയുന്ന കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കെട്ടിട ഫണ്ടിലേക്ക് എന്ന വാദമാണ് പൊളിയുന്നത്. 472 ബാർ ഉടമകൾ പണം നൽകിയതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ രാജീവാണ് വിവരങ്ങൾ നൽകിയത്.